അന്ന് തന്നെ ഈ കഥയും കഥാപാത്രങ്ങളെയൊക്കെ അവരുടെ പരിസരത്തുള്ള ആരോ ആണെന്നുള്ള രീതിയിൽ അവരെയൊക്കെ കാണാൻ തുടങ്ങി. സേതുമാധവനെയും അച്യുതൻ നായരെയും ഒക്കെ ജീവിച്ചിരിക്കുന്ന ആരോ ആണെന്നുള്ള തോന്നലിൽ അത്രമാത്രം അവരോട് ഹൃദയത്തോട് ചേർത്ത് വെച്ച കഥാപാത്രങ്ങളും കഥയുമാണത്. ഞാൻ ജനിച്ച വർഷമാണ് 1989. അപ്പോൾ എൻ്റെ പ്രായവും കിരീടത്തിൻ്റെ പ്രായവും സെയിമാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സേതുമാധവൻ എന്നുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു കണക്റ്റ്. പക്ഷേ വലിയ ഫെയിലിയർ എന്നെ അഫക്റ്റ് ചെയ്തത് ദേവദൂതനാണ്. ഞാൻ അതിൻ്റെ പുറകെ ഒരു 1.5 വർഷം ഞാൻ അതിനുവേണ്ടി മാത്രം വേറെ ഒരു സിനിമയും ചെയ്യാതെ അതിൻ്റെ പുറകെ സഞ്ചരിച്ചതാണ്. അത് എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കഥയാണ്. പക്ഷെ അന്ന് അത് നടന്നില്ല. 17 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് ചെയ്തപ്പോൾ അത് സക്സസ് ആയില്ല. കമലഹാസനെ പോലുള്ള ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മോഹൻലാലിന് കിട്ടാത്ത നാഷണൽ അവാർഡ്, സദയത്തിന് കിട്ടാത്ത നാഷണൽ അവാർഡ് എനിക്ക് കിട്ടിയ 3 നാഷണൽ അവാർഡിനെ ഞാൻ വാല്യൂ ഇല്ലാതാക്കി തീർക്കുമെന്ന് പറഞ്ഞു. എല്ലാ ജോണറിലുള്ള സിനിമകൾ ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഇൻറ്റൻസായിട്ടുള്ള ഫാമിലി ഡ്രാമകൾ ചെയ്യുമ്പോൾ തന്നെയും എനിക്ക് ഉസ്താദ് പോലെയുള്ള അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 പോലെയുള്ള സിനിമകൾ ചെയ്യാനും ഒരവസരം ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം. ദ രാധിക ടോക്ക് ഷോ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ മലയാളികളുടെ എല്ലാവരുടെയും ആരായാലും ഏറ്റവും ഒരു ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു 10 സിനിമകൾ എടുത്താൽ അതിലുറപ്പായിട്ടും നമ്മൾ പറയാൻ പോകുന്ന സിനിമകളുടെ ഒരു ഡയറക്ടറാണ് ഇന്ന് എൻ്റെ ഒപ്പം. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇന്ന് ശ്രീ സിബി മലയിൽ സാറിന് മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നത്. സിബി സർ, ബിഫോർ ഐ സ്റ്റാർട്ട് ഐ വോണ്ട് ടു താങ്ക് യു. സാറ് വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സാറ് എല്ലാവരും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും എല്ലാവരോടും അപ്രോച്ചബിളാണ് സാർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കിരീടത്തിൻ്റെ റിലീസ് ഇങ്ങനെ നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പെട്ടെന്ന് ഒരു റിലീസ് ഷെഡ്യൂൾ ചെയ്യാനുള്ള അതിന് പുറകിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടായിരുന്നോ സാറിന്? ഇല്ല, നമ്മൾ 2 വർഷം മുമ്പ് ദേവദൂതൻ റിലീസ് ചെയ്തിരുന്നു. ദേവദൂതൻ എന്ന തിയേറ്ററുകളിൽ അത് റിലീസ് ചെയ്ത സമയത്ത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അതൊരു വലിയ ഫെയിലിയറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത് ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണുകയോ സക്സസ് ആകുകയോ ചെയ്തില്ല. പക്ഷേ അതിന് ശേഷമുള്ളൊരു 2000 റിലീസ് ചെയ്തത്. അതിനുശേഷം ഉണ്ടായൊരു തലമുറ, അല്ലെങ്കിൽ അന്ന് ആ സിനിമ തിയേറ്ററുകളിൽ പോയി കാണാനുള്ള പ്രായമെത്താത്തൊരു ജനറേഷൻ പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ അത് കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും ഇവരൊക്കെ ഇത് തിയേറ്ററുകളിൽ കാണേണ്ട ഒരു സിനിമയാണെന്നുള്ളൊരു ചർച്ചകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിന് അങ്ങനെയൊരു സാധ്യത ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടു. കാരണം അത് അന്നത്തെ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും എനിക്കൊന്ന് മലയാളത്തിലെ ആദ്യത്തെ ഒരു സൗണ്ടിൽ ഒരു വലിയ പരീക്ഷണം നടത്തിക്കൊണ്ട് വന്നൊരു സിനിമയാണ് കാലത്ത്. അതിൻ്റെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരുന്നു H. ശ്രീധർ എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം റഹ്മാൻ്റെ കൂടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ശ്രീധരനാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സൗണ്ടിൻ്റെ തലത്തിൽ തന്നെ വലിയൊരു ഒരു മലയാളത്തിലുണ്ടായ ആദ്യത്തെ റെവല്യൂഷനായിരുന്നു അത്. അപ്പോൾ അത് തിയേറ്ററിൽ കാണുക എന്നുള്ളത്, ആ വിഷ്വലും സൗണ്ടും തിയേറ്ററിൽ അനുഭവിക്കാൻ കഴിയണം. കാരണം നമ്മൾ മറ്റ് ടെലിവിഷനിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ കാണുമ്പോൾ അത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു പ്രധാന കാരണമാണ്. തിയേറ്റർ ഒരു വാച്ച് അത് ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ ചിന്തിച്ചതും അത് റിലീസായപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ വിജയം നേടുകയും ചെയ്തു. അന്ന് ആദ്യകാലത്ത് അത് പൂർണ്ണമായിട്ടും വാഷ്ഡ് ഔട്ടായിപ്പോയ ഒരു സിനിമ വലിയ രീതിയിൽ റിസീവ് ചെയ്യുകയും അന്ന് ആ സിനിമയ്ക്ക് നിർമ്മിക്കാൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ചിലവായ ഇതിനേക്കാളും എത്രയോ അധികം പണം നിർമ്മാതാവിന് അതിലൂടെ തിരിച്ചു കിട്ടി. അതിനുശേഷം പിന്നീട് അതേ നിർമ്മാതാവിൻ്റെ മറ്റൊരു സിനിമയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കോക്കേഴ്സ് ആണ് അതിൻ്റെയും പ്രൊഡ്യൂസർ. അതാണ് സമ്മർ ഇൻ ബത്ലഹേം. അതിനെപ്പറ്റിയുമുള്ള ചർച്ചകൾ നടക്കുകയൊക്കെ ചെയ്തു. അതും വീണ്ടും അങ്ങനെയും ചിന്തയിലേക്ക് വന്നു. പക്ഷേ കിരീടത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ തന്നെ മറ്റ് പല സിനിമകളെക്കുറിച്ചും ഇങ്ങനെ ആൾക്കാർ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചില സിനിമകളുടെ പേരുകൾ ഇങ്ങനെ കാണാം നമുക്കത്. ദശരഥം പറയാറുണ്ട്, സതയം പറയാറുണ്ട്, കിരീടം പറയാറുണ്ട്, അപ്പം ആകാശദൂത് ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ കിരീടം എന്നുള്ളൊരു സിനിമയിലേക്ക് പെട്ടെന്ന് എത്താൻ കാരണം ഈ നാഷണൽ ഫിലിം മാർക്ക് വൈസ്
അവരുടെ കയ്യിലുള്ള സിനിമകൾ, നാഷണൽ അവാർഡ് കിട്ടുന്ന സിനിമകളൊക്കെ അവർ പ്രിസർവ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ കളക്ഷനകത്ത് കിരീടം ഉണ്ടായിരുന്നു. കിരീടമല്ല ഈ പറയുന്ന മറ്റു പടങ്ങളുണ്ട്. പക്ഷേ അവർ ആദ്യമായിട്ട് അത് റിസ്റ്റോർ ചെയ്തത്, നമ്മളിതിനെ റീമാസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സല്ല, അവരൊരു റിസ്റ്റോറേഷനാണ് നടത്തുന്നത്. അവർ ഈ പ്രിൻറ്റുകളെ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുക. അവരുടെ ഫിലിം ഫോർമാറ്റിലുള്ള പ്രിൻറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും അതൊക്കെ കാലം പഴക്കത്തിൽ അത് ചിലപ്പോൾ നശിച്ചു പോകാം. അതുകൊണ്ട് അവർ അതിനെ ഇതുപോലെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഒരു പ്രിസർവേഷൻ എന്ന നിലയിലാണ് അതിനെ റെസ്റ്റോറേഷൻ നടക്കുന്നത്. അത് അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നപ്പോൾ അവർ നമ്മളോട് ആവശ്യപ്പെട്ടത്, അവരുടെ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഇതാദ്യം അതിൻ്റെ ഒറിജിനൽ DOP പോയി കണ്ട് കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത് കൂടെ ഇരുന്ന് ചെയ്യാം. ആവശ്യമായ കറക്ഷൻ DOPയുടെ ഒരു തീരുമാനം അനുസരിച്ചുള്ളൊരു കറക്ഷൻ അത് ചെയ്ത് അയാൾ സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോൾ പിന്നെ ഫിലിം മേക്കർ ചെന്നിട്ട് അതിനെ ഒരു ഫൈനൽ അപ്രൂവൽ കൊടുക്കണം. അപ്പോൾ ആ പ്രോസസ്സിൽ ഞങ്ങൾ രണ്ടുപേരും, S. കുമാറായിരുന്നു എൻ്റെ ക്യാമറമാൻ. പിന്നീട് കുമാർ അത് പോയി അപ്രൂവൽ കൊടുത്ത ശേഷം ഞാനും കണ്ടു. എൻ്റെയും അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തെ IFFI ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗോവയിൽ നടക്കുമ്പോൾ അവിടെ അവരൊരു റെഡ് കാർപ്പറ്റ് ഒരു പ്രീമിയർ ഒരു സ്ക്രീനിങ് അവിടെ വെച്ചിരുന്നു. ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ മുമ്പിലായിരുന്നു. അപ്പോൾ അതിലേക്ക് ഡയറക്ടർ എന്ന നിലയിൽ എന്നെയും വിളിച്ചിരുന്നു. അപ്പം അവിടെ ആണ് ആദ്യമായിട്ട്, അപ്പം മലയാളത്തിലെ ആദ്യത്തെ റിസ്റ്റോർ ചെയ്ത സിനിമയാണിത്. അപ്പോൾ അത് അവിടെ ആ ഓഡിയൻസിന് മുമ്പിൽ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ആ സിനിമ കണ്ട ശേഷമുള്ള അവരുടെ ഒരു ഫീഡ്ബാക്ക്സ്, നമ്മളിപ്പോൾ കഴിഞ്ഞ 37 വർഷമായിട്ട് ഈ സിനിമ അന്ന് കണ്ടവരും പിന്നീട് യൂട്യൂബിലൊക്കെ കാണുന്നവരുടെയൊക്കെ റെസ്പോൺസും അല്ലെങ്കിൽ അപ്രീസിയേഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു ഈ കഴിഞ്ഞ 3-3.5 പതിറ്റാണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ ഡെലിഗേറ്റ്സിൻ്റെ, മലയാളികൾ വളരെ കുറച്ചുണ്ടായുള്ളൂ. ബാക്കിയെല്ലാം മറ്റ് ഭാഷകളിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വിദേശ ഡെലിഗേറ്റ്സൊക്കെ ഉള്ള ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലായിരുന്നു അത് കാണിച്ചത്. അപ്പോൾ അവർ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ അപ്രീസിയേഷൻ അതിനെക്കുറിച്ച് പറയും. ഞാൻ നേരത്തെ ആ സിനിമ തീരുന്നതിന് മുമ്പേ ഞാൻ വളരെ ലേറ്റ് ആണ് ഞാൻ പോയി. പക്ഷേ പിറ്റേ ദിവസം ഞാൻ അറിയുന്നത് അവർ ഓഡിയൻസ് എന്നെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഫിലിം മേക്കർ ആരാണെന്നുള്ള തുടക്കത്തിൽ ഞാൻ വന്ന് അവിടെ മൂവി അവിടെ പ്രസൻറ്റ് ചെയ്ത ശേഷം കുറേ നേരം ഇരുന്നിട്ട് ഞാനങ്ങ് പോയി, ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട്. പക്ഷെ കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ ഓഡിയൻസ് വെയിറ്റ് ചെയ്തിരുന്നു, വിദേശികൾ ഉൾപ്പെടെ. അപ്പോൾ അത് പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പം അത്തരത്തിലൊരു സ്വീകാര്യത അതിലേക്ക് വരുമ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലും മനുഷ്യർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കഥയാണ് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അച്ഛനും മകനും തമ്മിലുള്ള. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് കണക്റ്റഡ് ആവും. അപ്പോൾ ഈ സിനിമ വീണ്ടും ഒരു റിലീസിനെ കുറിച്ചുള്ള തീരുമാനം അപ്പോഴാണ് എടുക്കുന്നത്. ഇത് കഴിഞ്ഞ നവംബറിലാണ് IFFKയിൽ പോയത്, IFFIയിൽ പോയത്. അപ്പോൾ തൊട്ട് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്കാണ് വന്നത്. അതൊരു മൈൽ സ്റ്റോണാണ് നമ്മളെ സംബന്ധിച്ചോളം. കാരണം മോഹൻലാൽ ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമ, പിന്നെ ഇത്രമാത്രം ആൾക്കാർ അന്ന് തന്നെ ഈ കഥയും കഥാപാത്രങ്ങളെയൊക്കെ അവരുടെ പരിസരത്തുള്ള ആരോ ആണെന്നുള്ള രീതിയിൽ അവരെയൊക്കെ കാണാൻ തുടങ്ങി. സേതുമാധവനെയും അച്യുതൻ നായരെയും ഒക്കെ ജീവിച്ചിരിക്കുന്ന ആരോ ആണെന്നുള്ള തോന്നലിൽ അത്രമാത്രം അവരോട് ഹൃദയത്തോട് ചേർത്ത് വെച്ച കഥാപാത്രങ്ങളും കഥയുമാണത്. അവർ തിയേറ്ററിൽ കണ്ട് അവിടെ ഉപേക്ഷിച്ച് പോയ കഥയോ കഥാപാത്രങ്ങളല്ല. ഇന്നും അവരോടൊപ്പം സേതുമാധവനും അച്യുതൻ നായരും ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു തോന്നൽ. അത്രമാത്രം ഒരു ഐക്കോണിക്കായിട്ടുള്ളൊരു സിനിമ എന്ന നിലയിൽ പ്രേക്ഷകർ അതിനെ ചേർത്ത് നിർത്തുമ്പോൾ വീണ്ടും അത് കാണാൻ ആൾക്കാർ, ഇപ്പോൾ നമ്മൾ കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന റെസ്പോൺസൊക്കെ അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതെ. പിന്നെ സാറ് പറഞ്ഞത് ആ ലോകമെമ്പാടുമുള്ളതും ആ ഇമോഷണൽ കണക്റ്റ് ഇറ്റ് ഈസ് വാലിഡ് എവ്രിവെയർ അറൗണ്ട് ദ വേൾഡ്. സാർ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ആ ഒരു ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് അതിനെ വളരെ ലൈവായിട്ട് നിർത്തിക്കൊണ്ടാണ് സാറിൻ്റെ ഓരോ കഥയും വന്നിരിക്കുന്നത്. പണ്ടത്തെ ആ ഒരു തീക്ഷ്ണമായ ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ്ങിൽ അങ്ങനത്തെ സ്റ്റോറീസിൽ നിന്ന് കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ കഥകൾ കുറച്ചുകൂടെ ലൈറ്റർ, നോട്ട് സോ ഡീപ്പ്, അത്ര ഗഹനമായ വിഷയങ്ങളിലേക്ക് ആരും അങ്ങനെ കടന്നു ചെല്ലുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ സിനിമകൾ വെച്ച് അപേക്ഷിച്ച്? ഉണ്ട്, തീർച്ചയായിട്ടും അങ്ങനേതായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. ഈ ഒരു
നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു വന്ന ജീവിത സാഹചര്യങ്ങൾ കൂടെ അതിനൊരു കാരണമാകുന്നുണ്ട്. നമ്മളൊക്കെ വളരെ ക്ലോസ് നിറ്റഡായിട്ടുള്ള ഒരു ഫാമിലി ബോണ്ടിങ്ങിൽ ജീവിച്ച് വന്നിരുന്ന ആൾക്കാരാണ്. കൂട്ടുകുടുംബം അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചുള്ളൊരു ഫാമിലി ബോണ്ടിങ് ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. പക്ഷെ ഇപ്പോഴേക്ക് വന്നപ്പോഴത്തേക്കും അണുകുടുംബങ്ങളെയൊക്കെ മാറി, പിന്നെ ഈ എന്താണ് ഒരു സോഷ്യൽ ഗാഡ്ജറ്റ്സൊക്കെ ഒരുപാട് വന്നപ്പോൾ എല്ലാവരും ഒരു പേഴ്സണൽ എല്ലാവരും സെപ്പറേറ്റഡായി എവ്രി വൺ അവരവരുടെ ഒരു സ്പേസിലേക്ക് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വെർച്വൽ വേൾഡിൽ നമ്മൾ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം ചെറുപ്പക്കാർ മാത്രമല്ല, ഇപ്പം മുതിർന്നവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അവരുടെ മൊബൈൽ ഫോണിൽ റീലും കണ്ട് അല്ലെങ്കിൽ അതിൽ കാണാവുന്നതെന്നും കണ്ടാണ് എല്ലാവരും അങ്ങനെ ഒരു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷൻസൊക്കെ പഴയ പോലെ നമുക്ക് ഉണ്ടായിരുന്ന അത്തരം ബോണ്ടിങ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം പുതിയ തലമുറയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റാത്ത കാരണം അവർ ജനിച്ചപ്പോൾ തൊട്ട് അവരിത്തരം ഗാഡ്ജറ്റ്സും ഇത്തരം എന്താണ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു ഉള്ളൊരു ലോകമാണ് അവർ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഇമോഷണൽ ഇൻറ്റൻസിറ്റി അവരെഴുതുന്ന അവരുടെ കാഴ്ചപ്പാടുകളിൽ അവരുടെ കഥകളിൽ അവരുണ്ടാക്കുന്ന സിനിമകളിൽ കുറയുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാൻ ജനിച്ച വർഷമാണ് 1989. അപ്പോൾ എൻ്റെ പ്രായവും കിരീടത്തിൻ്റെ പ്രായവും സെയിമാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സേതുമാധവൻ എന്നുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു കണക്റ്റ്. സാർ എൻ്റെ കുട്ടിക്കാലം ഒക്കെ സാറിൻ്റെ സിനിമകൾ കണ്ട് ഞാൻ മാത്രമല്ല, ഓഫ് കോഴ്സ് ഞങ്ങളുടെ എൻറ്റയർ ജനറേഷൻ ആ സിനിമകൾ കണ്ട് ഞങ്ങളുടെയൊക്കെ സ്വഭാവം കുറേ രൂപീകരിക്കപ്പെട്ടത് സാറിൻ്റെ സിനിമകൾ കണ്ടിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സർ, യു ഹാവ് ബട്ട് കോൺഷ്യസ്ലി മൂവ്ഡ് വിത്ത് ദ ടൈംസ്. ആ ഒരു 80 സാർ തുടങ്ങിയപ്പോൾ മുതൽ പിന്നെ ഒരു 90s തൊട്ട് സാർ ഒരു ഈ വിത്ത് ദ ടൈംസ് ഒരു ലൈറ്റർ പ്രണയവർണ്ണങ്ങൾ, സമ്മർ ഇൻ ബത്ലഹേം, അപ്പോൾ തിമാറ്റിക്കലി കുറച്ചുകൂടെ ഒന്ന് ഈസ് ഔട്ട് ചെയ്ത് അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നോ അതോ സാറ്? ഇല്ല, ഞാൻ ഒരു സിനിമ ചെയ്യാനായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത് അത് എനിക്ക് ചെയ്യണമെന്ന് എന്നെ തോന്നിപ്പിക്കുന്നൊരു കഥ എൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോഴാണ്. ഇത് ചെയ്താൽ എനിക്ക് എന്നെ എന്താണ് പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വിഷയം വരുമ്പോഴാണ് അത് ചെയ്യണമെന്ന് തോന്നൽ ആദ്യം ഉള്ളിലുണ്ടാകുന്നത്. ഒരുപക്ഷെ അത് വർക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അത് ചെയ്തു വരുമ്പോൾ അത് വർക്കാവണമെന്നില്ല. പലപ്പോഴും നമ്മുടെ ഡിസിഷനിലുണ്ടാകുന്ന ആ തീരുമാനം ചിലപ്പോൾ തെറ്റിപ്പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഇന്ന ജോണറുള്ള സിനിമകൾ മാത്രം ചെയ്യണമെന്ന് തീരുമാനിച്ചല്ല ചെയ്യുന്നത്. എൻ്റെ മുമ്പിൽ വരുന്ന എനിക്ക് ചെയ്യാൻ ഇഷ്ടം തോന്നുന്ന സിനിമകൾ ചെയ്യാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം എല്ലാ ജോണറിലുള്ള സിനിമകൾ ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഇൻറ്റൻസായിട്ടുള്ള ഫാമിലി ഡ്രാമകൾ ചെയ്യുമ്പോൾ തന്നെയും എനിക്ക് ഉസ്താദ് പോലെയുള്ള അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 പോലെയുള്ള സിനിമകൾ ചെയ്യാനും ഒരവസരം ഉണ്ടായിട്ടുണ്ട്. മ്യൂസിക്കലായിട്ട് ഇപ്പം അബ്ദുള്ളയും ഭരതവും കമലദളവും പോലെയുള്ള സിനിമകൾ, ദേവദൂതനും മ്യൂസിക്കലാണ് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രണയവർണ്ണങ്ങളെ പോലെ ലൈറ്റർ റൊമാൻറ്റിക്, സമ്മർ പോലെ അല്ലെങ്കിൽ ഇഷ്ടം പോലെ, ഉസ്താദ്, അങ്ങനെയുള്ളൊരു ഒരുപാട് ജോണറുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സാറിനെ പുള്ളി ചെയ്യുന്ന കഥയാണ്. കഥയാണ് എൻ്റെ മുമ്പിൽ വരുന്ന ഒരു തോട്ട്, ഒരു സ്റ്റോറിയുടെ തോട്ട് ആരെങ്കിലും എന്നിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെയാണത് എൻ്റെ ഒരു ഇനീഷ്യലായിട്ടുള്ളൊരു ടേക്ക് ഓഫ് സംഭവിക്കുന്നത്. സാറിൻ്റെ ഡിസ്കോഗ്രഫി നോക്കുമ്പോൾ സാർ ഇനീഷ്യൽ ഇയേഴ്സിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അടുപ്പിച്ച് ഒരു വർഷം 3-4 സിനിമകൾ. പിന്നെ സാർ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കരിയർ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, വിച്ച് ഈസ് ബെറ്റർ? ലൈക്ക് വരുന്നതെല്ലാം നമ്മൾ എടുത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതാണോ നല്ലത്, അതോ ഇപ്പോൾ കൺസിഡർ ചെയ്ത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ സിനിമ അഭിനേതാക്കൾ 2 വർഷത്തിലൊരു സിനിമ അങ്ങനെയൊക്കെ വളരെ ചൂസി ആയിട്ടേ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഫോർ ഒരു കരിയർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് ഏത് അപ്രോച്ചായിരിക്കും നല്ലത്? ഇല്ല, ഇത് ഡിപ്പെൻഡിങ് ഓൺ യുവർ നിങ്ങൾക്കുള്ളൊരു ഡിമാൻഡുണ്ടല്ലോ. ഇപ്പം ഞാൻ എൻ്റെ തുടക്കകാലത്ത് ആദ്യത്തെ വർഷം 85-ലാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ, രണ്ടാമത്തെ വർഷം ഒരു സിനിമ, രണ്ടാമത്തെ വർഷം ഇപ്പോൾ 2 സിനിമ ചെയ്തു, മൂന്നാമത്തെ വർഷം ആയപ്പോഴത്തേക്കും വീണ്ടും 2 സിനിമകൾ ചെയ്തു. അങ്ങനെ കയറി പിന്നെ ഈ പറയുന്ന 3-4 സിനിമകൾ ചെയ്ത വർഷങ്ങൾ. അപ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ഡിമാൻഡ് ഉണ്ടായി വരുന്നുണ്ട്. നമ്മളെ കൊണ്ട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരാൻ തുടങ്ങി.
അങ്ങനെയാണ് അതിൻ്റെ നില. നമ്മളിപ്പം ഞാനൊന്നും റിജക്റ്റ് ചെയ്യാറില്ല. റിജക്റ്റ് ചെയ്യാത്തതെന്ന് കാരണം വെച്ചാൽ ചെയ്തിട്ടുണ്ടാവും ചില പ്രോജക്റ്റുകളെ പറ്റി, അല്ലെങ്കിൽ ചില പ്രൊഡക്ഷൻ ടീമിൻ്റെയിലൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് തോന്നാത്തപ്പം അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ടൊരു പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കാറില്ല. ഒരു റീസണബിളായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടായാൽ അതനുസരിച്ച് ചിലപ്പം ചില പ്രോജക്റ്റുകളിൽ നമുക്ക് ആ ഒരു ടീമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്ക് ഔട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളായിട്ട് എടുക്കുന്നതല്ല. നമ്മളിലേക്ക് ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റും അങ്ങോട്ട് പോയി ചോദിച്ച് വന്നതല്ല, എല്ലാം എന്നിലേക്ക് വന്നു ചേർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നിലേക്ക് വരുന്നത് എനിക്ക് സ്വീകാര്യമാകുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ശരി സാറ് അതുപോലെ തന്നെയാണോ സിനിമയിലേക്കും എത്തിച്ചേർന്നത്? സാറ് കോൺഷ്യസ്, ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്, സാറ് എഴുത്ത് തുടങ്ങി, അതിലൂടെ സാറിന് ഫുള്ളായിട്ട് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത്. സിനിമ അങ്ങനെ ഒരു വളരെ ഇൻറ്റൻഷനലായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നില്ല. അത് ഇവോൾവ് ചെയ്ത് വന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ സിനിമയിൽ ആരെങ്കിലും ആകുമെന്നോ സിനിമ ചെയ്യുന്നതെന്നോ എൻ്റെ ഒരു യൗവനകാലത്തൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. സിനിമ ഇഷ്ടമായിരുന്നു, സിനിമ കാണുമായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വായിക്കാനുള്ള താല്പര്യം തോന്നി. ഒരുപാട് വായിച്ചു തുടങ്ങി. ഞാൻ പ്രീ ഡിഗ്രി സമയത്തൊക്കെ നന്നായിട്ട് വായിക്കുമായിരുന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ എഴുതണമെന്ന് തോന്നി. അങ്ങനെ എഴുതാൻ ട്രൈ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഷോർട്ട് സ്റ്റോറിയൊക്കെ എഴുതിയപ്പോൾ അതിന് പ്രൈസ് കിട്ടുന്നു. അപ്പോൾ അതാണ് എൻ്റെ വഴിയെന്ന് വിചാരിച്ചിട്ട് ആ വഴിക്ക് കുറേ സഞ്ചരിച്ചു. ആരെയും കാണിക്കാനല്ല, ഞാൻ തന്നെ എഴുതുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും എഴുതി എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ വരികയും എനിക്ക് മനസ്സിലായി എനിക്ക് എഴുത്തല്ല, എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു കാര്യങ്ങളെ ആൾക്കാർക്ക് ഒരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് എനിക്ക് കഴിയുമെന്നുള്ളൊരു തോന്നലാണ്. സിനിമയാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന്. അങ്ങനെ ഉള്ളൊരു ചിന്തയിൽ ഞാൻ എഴുത്തിലുള്ള ശ്രദ്ധ അല്ലെങ്കിൽ എഴുത്തെന്ന് പറയുന്ന ഒരു ശ്രമം താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ സിനിമകളാണ് കാണാൻ തുടങ്ങി. ഒരുപാട് സിനിമകൾ. അന്നൊക്കെ നമുക്ക് ഇൻ്റർനാഷണൽ സിനിമകളൊന്നും കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ. തിയേറ്ററിൽ വരുന്ന സിനിമകൾ കാണാം, അതും മലയാളമോ തമിഴോ ഹിന്ദിയോ സിനിമകളാണ് നമുക്ക് കാണാൻ കിട്ടുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇൻ്റർനാഷണൽ ഒരു സിനിമകളുടെ ഒരു വഴിയിലേക്കൊക്കെ ഉള്ള ചിന്ത തുടങ്ങി. ഇങ്ങനെയൊക്കെ സിനിമകൾ ലോകത്തിലുണ്ടാകുന്നു എന്നുള്ളതൊക്കെ അന്ന് അറിയുന്നുണ്ട്. ഇന്നത്തെ നമുക്കൊരു വിരൽത്തുമ്പിൽ നമ്മൾ ലോകത്തിലെ ഏത് പുതിയ സിനിമകളും കാണാൻ പറ്റും, അല്ലെങ്കിൽ ക്ലാസിക്സ് എല്ലാം കാണാൻ പറ്റും. അന്ന് അതിനില്ല. അപ്പോൾ അന്ന് ഫിലിം സൊസൈറ്റികളിലൊക്കെയാണ് ഇത്തരം സിനിമകൾ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നത്. അപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും അത്തരം ഫിലിം സൊസൈറ്റി ഷോകളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ പോയി കാണുമായിരുന്നു. അപ്പോൾ സിനിമയുടെ പുറകെ അങ്ങനെയാണ് സഞ്ചരിച്ച് തുടങ്ങിയത്. പിന്നെ സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യാനൊക്കെയുള്ള ശ്രമം നടത്തി. പക്ഷേ അതൊന്നും അന്നത്തെ കാലത്ത് നമുക്ക് അതിനുള്ള പൈസ ഇല്ല, അതിനുള്ള എന്താണ് എക്യുപ്മെൻറ്റ്സ് ഇല്ല. അന്നൊരു 8mm ക്യാമറയിലൊരു സിനിമ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊക്കെ എക്സ്പെൻസീവാണ്. അന്നത്തെ കാലത്ത് നമുക്ക് 8mm ഫിലിം കിട്ടുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരം ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. പിന്നെ സ്വന്തമായിട്ട് നാട്ടിൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നൊരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കി. അത് നമുക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. പക്ഷേ അതുമൊക്കെ ഒരു വളരെ കാലം സസ്റ്റെയിൻ ചെയ്തില്ല. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളൊക്കെ അന്നത്തെ വെച്ചിട്ട് അങ്ങനെ വളരെ ആദർശമായിട്ടൊരു ഈവനിങ് വാക്കിൻ്റെ ഇടയിൽ ഒരു സിനിമയിലേക്കുള്ള ഓഫർ എത്തുകയാണ്. കാരണം ഞാനിങ്ങനെ സിനിമയുടെ അല്ലെങ്കിൽ ഈ എഴുത്തിൽ താല്പര്യമുള്ള ആളാണെന്നൊക്കെയുള്ള എൻ്റെ അടുത്തൊരു സുഹൃത്തിന് അറിയാവുന്ന വഴി അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഇടപെടലിലൂടെയാണ് എന്നെ ഒരു സ്റ്റോറി ഡിസ്കഷനായിട്ട് നവോദയയിലേക്ക് വിളിക്കുന്നത്. നവോദയയിലെ ജിജോയുടെ ഫ്രണ്ടാണ് ആ സുഹൃത്ത്, എൻ്റെയും ഫ്രണ്ടാണ്. അപ്പോൾ അവരിങ്ങനെ പുതിയ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ടീമിനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് അവരെൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യാം ചെല്ലാമെന്ന് പറഞ്ഞു. അതൊന്നും ഇങ്ങനെ വരുമെന്നൊന്നും കാത്തിരുന്നില്ല. വന്ന അവസരത്തെ ഞാൻ നിഷേധിച്ചില്ല എന്നേ ഉള്ളൂ. അങ്ങനെയാണ് എത്തുന്നത്. ഒരു വൺ ഫൈൻ മോർണിംഗ് അല്ലെങ്കിൽ വൺ ഫൈൻ ഈവനിങ്, ഒരു ഈവനിങ് വാക്കിൻ്റെ ഇടയിലാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓഫർ വരുന്നത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അന്ന് തൊട്ട് എൻ്റെ ജീവിതം മാറി. അല്ലെങ്കിൽ ഞാൻ BCom പാസ്സായിട്ട് ബാങ്കിൽ ജോലി ചെയ്യണമെന്നൊക്കെയാണ് വീട്ടുകാരുടെ ആഗ്രഹം. കുറച്ച് 2-3 മാസം വരെ ബാങ്കിലൊക്കെ പോയി ട്രെയിനി ആയിട്ടൊക്കെ അന്ന് അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമായിരുന്നു. ഫെഡറൽ ബാങ്കിൽ ഞാൻ കുറച്ച് നാൾ ആലപ്പുഴയിൽ ട്രെയിനി ആയിട്ടൊക്കെ പോയി. പക്ഷേ അതൊന്നും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങളായിരുന്നില്ല. ഈ 9 to 5 ജോലി എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരിക്കലും നമ്മുടെ ഒരു ടെമ്പർമെൻറ്റിന് പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു. പക്ഷേ ഇത് വന്നു, അതിൻ്റെ പുറകെ പോയി
അന്ന് തൊട്ട് ഞാൻ കമ്മിറ്റഡാണ് സിനിമയെക്കുറിച്ച്. ഞാൻ എൻ്റെ ഏത് ജോലിയും ഏറ്റവും ചെറിയ ജോലിയിൽ നിന്ന് തുടങ്ങിയതെങ്കിലും അതിനകത്തൊക്കെ ഞാൻ കമ്മിറ്റഡായിരുന്നു. അത് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് നമ്മളങ്ങനെ കമ്മിറ്റഡാണ്. ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമുക്കതിന് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാതെ ചെയ്യും. അപ്പം അങ്ങനെ ആണ് അതിൻ്റെ പുറകെ സഞ്ചരിക്കുകയും പിന്നെ എല്ലാം എന്നിലേക്ക് എത്താൻ തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സിനിമയിലൊക്കെ ഇപ്പോൾ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അത് DI എന്നാണ്. DI എന്ന് പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഫിലിം ഫോർമാറ്റിൽ നിന്ന് ഡിജിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അതിൻ്റെ കളർ കറക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അതിൻ്റെ ടെക്നിക്കൽ പേരാണ് DI എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആ വൈകുന്നേരം തുടങ്ങിയ DI ആണ്. അതൊരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ്. അതെൻ്റെ ജീവിതത്തിൽ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന സിനിമകൾ ചെയ്യുന്ന ഒരാളായി മാറുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എവറിത്തിങ് ഹാപ്പൻ, എവറിത്തിങ് കെയിം ടു മീ. അതാണ് ദാറ്റ്സ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ. ട്രൂത്ത് ഓഫ് ലൈഫ് ഓൾസോ. സാർ അത് സാറിൻ്റെ ജീവിതം കൊണ്ട് ഞങ്ങൾ പലരിലേക്ക് എല്ലാവരും കടന്ന് കഷ്ടപ്പെടുകയാണ് എന്തൊക്കെയോ ചെയ്യാൻ. പക്ഷേ സാറിൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന എവറിത്തിങ് കെയിം ടു യു. സാറിൻ്റെ ഫാമിലി സപ്പോർട്ട് ചെറുതല്ലായിരിക്കുമല്ലോ അല്ലേ? മാഡം ആക്ച്വലി ആദ്യം ബാങ്കിലായിരുന്നു അല്ലേ? അവർ സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു, ചെന്നൈയിലായിരുന്നു. അതും ഒരു സിനിമയുടെ ഒരു കാര്യം എലമെൻ്റ് അതിനകത്ത് കിടപ്പുണ്ട്. അവർ ബാങ്കിലെ സ്റ്റാഫുകളൊക്കെ മദ്രാസിലെ മലയാളികൾക്കൊക്കെ ഇവരുടെ ബാങ്കിൽ അക്കൗണ്ടുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ സിനിമയുടെ പ്രീവിയസൊക്കെ വരുമ്പോൾ ബാങ്കുകാരെ വിളിക്കും. അങ്ങനെ ഇദ്ദേഹം ആദ്യമായിട്ട് ജോലിക്ക് ചേർന്ന് 87 അവിടെ ജോലിക്ക് ചേർന്നത്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ബാങ്കിൻ്റെ അക്കൗണ്ടുണ്ടായിരുന്ന ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, തനിയാവർത്തനത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, അവരെയൊക്കെ വിളിച്ചു. അപ്പോൾ അവരാദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമ കാണുന്നത്, ബാങ്ക് സ്റ്റാഫ് എന്ന നിലയിൽ ആദ്യമായിട്ട് കാണുന്ന സിനിമ തനിയാവർത്തനമാണ്. അപ്പോഴേ സാറിൻ്റെ പേര് നോട്ട് ചെയ്തു. അപ്പം തന്നെ നോട്ട് ചെയ്യുകയും അപ്പം തന്നെ എന്നെ നേരിട്ട് കണ്ടില്ലെങ്കിലും ഈ സിനിമയിലൂടെ അവർ എന്നെ അറിഞ്ഞു അല്ലെങ്കിൽ അവർ എന്നോടൊരു അടുപ്പം തോന്നിയിട്ടുണ്ടാവാം. പിന്നീട് അതും ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ്. അവരിലേക്ക് തന്നെ എൻ്റെ കല്യാണ ആലോചന എത്തുന്നു. പിന്നെ ഞാൻ വായിച്ചു മാഡം വേറെ ആര് വന്നാലും അത് റിജക്റ്റ് ചെയ്ത് വെച്ചിട്ട് നേരിട്ട് സാറിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ പിന്നെ ഫിലിം മേക്കേഴ്സിൻ്റെ ലൈഫ് ഡെഫിനറ്റ്ലി ടഫായിരിക്കുമല്ലോ. കുറേ മാസങ്ങളോളം വീടകന്ന് നിൽക്കുക. കംപ്ലീറ്റ് ഇപ്പോൾ മാനേജ് ചെയ്തത് മാഡം ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഷി വാസ് വർക്കിംഗ് ഇൻ ചെന്നൈ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അന്ന് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻസൊക്കെ നമ്മൾ ചെന്നൈയിലായിട്ട് നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിൽ അങ്ങനെ ഇല്ല. ഷൂട്ടിങ്ങിന് വി ഹാവ് ടു ഗോ എനിവെയർ അക്കോർഡിംഗ് ടു ദ ലൊക്കേഷൻ എവിടെയാണോ അവിടെ പോയി ചെയ്യണം. അത് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പറ്റില്ലല്ലോ. പക്ഷേ ബാക്കിയെല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ ചെന്നൈയിൽ നടക്കുന്നത് കൊണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞുള്ള സമയമൊക്കെ ഞാൻ ചെന്നൈയിലായിരിക്കും. അന്ന് കല്യാണത്തിന് മുമ്പാകുമ്പോൾ നമ്മൾ ഹോട്ടലിലോ ഗസ്റ്റ് ഹൗസുകളിലൊക്കെ താമസിക്കുമായിരുന്നു. അപ്പോൾ ഷി വാസ് വർക്കിംഗ് ദെയർ ആൻഡ് അതുകൊണ്ട് അവിടെ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളവിടെ സെറ്റിൽഡായി. അപ്പോൾ കുറച്ചുകൂടെ സൗകര്യമായി. കാരണം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഷൂട്ടിങ്ങിന് മാത്രം ദൂരെ പോയാൽ മതി. അത് കഴിയുമ്പോൾ എൻ്റെ വർക്കും അവിടെ തന്നെയാണ്. ഷീ ഈസ് ഓൾസോ വർക്കിംഗ് ദെയർ. അങ്ങനെ ഒരു കൺവീനിയൻസിലേക്ക് അത് വന്നു. സാർ ആദ്യത്തെ ലോഹി സാറായിട്ടുള്ള ഒരുപാട് മൂവീസ്, ലോഹി സാർ മാത്രമല്ല MT സാറിൻ്റെയും എല്ലാം, അപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ക്യാരക്ടർ, ഞാൻ എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് പാടിയാൽ അതിന് ഇമോഷൻ കൂടിയാൽ അപ്പോൾ എനിക്ക് അവിടെ ഒരു കരച്ചിൽ വന്ന് കുറേ നേരം പാടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇത്രയും കോംപ്ലക്സിറ്റീസ് ഉള്ള ഹ്യൂമൻ മൈൻഡിനെ ഡീൽ ചെയ്ത സാറ്, അങ്ങനെ സാർ അതിൽ പോയിട്ടുണ്ടോ? അതോ അതിനെ ഒന്ന് കുറച്ച് ഡിസ്റ്റൻ്റ് ആക്കി വയ്ക്കാൻ സാറിന് പറ്റുമോ? നമ്മളത് വായിക്കുമ്പോഴൊക്കെ ഇമോഷനെ നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ അതിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വൺസ് യു സ്റ്റാർട്ടഡ് എക്സിക്യൂട്ടിങ് ദറ്റ് പ്രോജക്റ്റ്, അതിനെ നമ്മളൊരു ഷൂട്ട് ചെയ്യുന്ന വായിച്ചു വരുമ്പോൾ നമ്മളെ ഇമോഷനൊക്കെ നമ്മൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്തായി ഞാനൊരു ഇൻറ്റൻഷനലായിട്ടൊരു ഡിറ്റാച്ച്ഡായിട്ട് അതിനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ അതിനകത്ത് ഇമോഷണലി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഡിസിഷൻസ് തെറ്റാം. നമ്മളൊരു എപ്പോഴും അതിനെ മാറി നിന്ന് തന്നെയാണ്. പക്ഷെ പിന്നെ സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ വീണ്ടും അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇമോഷൻസൊക്കെ. ഇപ്പം കുറേ കാലത്തിന് ശേഷം ഞാനിപ്പം
ഭരതം ചെയ്തിട്ട് ഇപ്പോൾ ദാറ്റ് വാസ് ഇൻ 91. ഇപ്പോൾ ഈ ഭരതം അവർ റെസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ചെക്കിങ്ങിന് ഞാൻ പോയപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടിട്ട് ഒരു 3 സ്ഥലങ്ങളിൽ എനിക്ക് വല്ലാതെ എന്നെ എഫക്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു. അന്നതെനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ആഫ്റ്റർ ഈ ലോങ് 3 decades അതെനിക്ക് എന്നെ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളപ്പോൾ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചെയ്യുക, വരേണ്ടത് വന്നോളൂ അല്ലേ? അതെ. ഇതൊരു ഇപ്പം എൻ്റെ അടുത്ത ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ആകാശദൂതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കരഞ്ഞു. കാരണം അത് കണ്ടിട്ട് കരയാത്ത ആൾക്കാരില്ല എന്ന് പറയുമല്ലോ. ഞാൻ കരയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയില്ല. എനിക്കൊന്നും അങ്ങനെ നമ്മളത് കാരിഡേവേ ആകത്തില്ല. അത് കാരിഡേവേ ആയാൽ നമുക്ക് നമ്മുടെ ഒരു ഡിസിഷൻസിനെയൊക്കെ അത് നമുക്ക് എപ്പോഴും മാറി നിന്ന് അതിനെ കാണാൻ ശ്രമിക്കാറുണ്ട്. ശരി സാർ, ലോഹിതദാസൻ സാറിനെ പറ്റിയുള്ള സാറിൻ്റെ ഏറ്റവും ഫോണ്ട് മെമ്മറി ഏതായിരിക്കും? ഒരുപാട് മെമ്മറീസ് ഞാൻ കേട്ടു. എവിടെയെങ്കിലും പറയാത്ത ഏതെങ്കിലും ബാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും മെമ്മറി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാട് എല്ലാം മിക്കവാറുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം പലരും പല രീതിയിൽ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് മാറ്റി നിർത്താനില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായത്, നല്ലൊരു കെമിസ്ട്രി ഉണ്ടായത്, അല്ലെങ്കിൽ പരസ്പരം നമ്മൾ ലോഹി മനസ്സിൽ കാണുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ലോഹി എഴുതുന്നതിന് മുമ്പ് ലോഹി എഴുതാൻ പോകുന്ന ആ ഇമോഷൻസിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി. പ്രത്യേകിച്ചും അന്നത്തെ കാലത്തൊക്കെ പൂർണ്ണമായ സ്ക്രിപ്റ്റ് കൊണ്ടൊക്കെ സിനിമ ചെയ്യുന്ന പരിപാടികൾ കുറവായിരുന്നു. കാരണം ഇത്രയും തിരക്കിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പം നമുക്കൊരു സ്റ്റോറി ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എക്സിക്യൂഷനിലേക്ക് പോവുകയാണ്. കാരണം അത്രയും സമയം നമുക്ക് കിട്ടാറ്. ഇപ്പം ഭരതത്തിൻ്റെ തന്നെ നമ്മൾ പെട്ടെന്ന് കഥ മാറുകയും ചെയ്തു. നമ്മൾ ഷൂട്ട് ചെയ്യാൻ അതും എഴുതിയിരുന്നില്ല. ആദ്യം പ്ലാൻ ചെയ്ത സിനിമ പോലും കഥ പോലും എഴുത്തിലേക്ക് എത്തിയിരുന്നില്ല. ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് മാറേണ്ടി വന്നപ്പോൾ പുതിയൊരു കഥ കണ്ടെത്തേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കഥ കണ്ടെത്തുമ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. അതിനകത്ത് 5 പാട്ടുകളുണ്ട്. പോലെ ക്ലാസിക്കൽ ഒരു 7 മിനിറ്റും 8 മിനിറ്റുകൾ വലിയ ക്ലാസിക്കൽ പാട്ടുകളുണ്ട്. പിന്നെ ഒരുപാട് ഹൈലി ഇമോഷൻസ് ഉണ്ട് അതിനകത്തൂടെ കടന്നു പോകുന്ന ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ ഇതൊന്നും എഴുതി നേരത്തെ കിട്ടിയിട്ട് ചെയ്യുന്നതല്ല. ഷൂട്ടിങ്ങിന് പോകുന്ന വഴിക്ക് വണ്ടിയിലൊക്കെ ഇരുന്നായിരിക്കും സ്ക്രിപ്റ്റ് കൈ കിട്ടുന്നത്. നല്ല രസമുണ്ടല്ലേ സാർ? അതൊരു ചലഞ്ചാണ്. അത് സാധ്യമാകുന്നത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ അദ്ദേഹം ഒരു 10ാമത്തെ സീൻ എഴുതിയിട്ട് പിന്നെ നമ്മൾ ചെല്ലുന്ന അവിടുത്തെ ലൊക്കേഷൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പം ഒരു ദിവസം നടന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങളൊരു പെർട്ടിക്കുലർ മെയിൻ ലൊക്കേഷൻ ഒരു വീടാണ്. ഇവരുടെ കല്ലൂർ ഗോപിനാഥിൻ്റെ വീടാണ്. അവിടെയാണൊരു 60 to 70% ഓഫ് സീൻസ് ഉള്ളത്. അപ്പം നമ്മൾ അവിടെ ഒരു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്താൽ അന്നത്തെ ദിവസം മുഴുവൻ അവിടെ തന്നെ അങ്ങ് വർക്ക് ചെയ്താൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാതെ സമയം ലാഭിക്കാം. അപ്പോൾ അതിനുള്ളൊരു സീനുകൾ നേരത്തെ പറയും, നാളെ ആ വീട്ടിലാണ് ഷൂട്ടിങ്, അതിനുള്ള സീനുകൾ തരണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ രാവിലെ അന്നത്തേക്കുള്ള സീനുമായിട്ട് പോയതാണ്. പക്ഷേ അതൊരു ഉച്ചയായപ്പോൾ അത് തീർന്നു. കൊണ്ടുപോയ 3 സീൻ തീർന്നു പോയി. ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഉച്ച കഴിഞ്ഞ് ഒന്നെങ്കിലും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 3-4 മണിക്കൂർ വേസ്റ്റ് ആവും. അപ്പോഴത്തേക്ക് ആ ഡേ പോവും. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ആളെ പറഞ്ഞു വിട്ടു. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ പറഞ്ഞു വിട്ടു, സുന്ദർദാസിനെയാണ്. ഹോട്ടലിൽ പോയിട്ട് ഇവിടെയുള്ള 2 സീൻ കൂടെ കിട്ടിയാൽ നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോൾ ഞാൻ തന്ന ആ വീട്ടിലെ സീൻ എന്ന് പറയുന്നത് 23ാമത്തെ സീനാണ്. ഇനി അവിടെ ഒരു സീൻ വരുന്നത് 32ാമത്തെ സീനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 9 സീൻ എഴുതിയിട്ടുമില്ല പുള്ളി. അങ്ങനെ 2 സീൻ പുള്ളി 32ാമത്തെയും 36ാമത്തെയും ഒരു സീനൊക്കെ എഴുതി തന്നു വിട്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വരാൻ പോകുന്ന സീനുകളുടെ ഒരു നോട്ടെന്ന് പറയുന്ന ഒരു 1 ലൈൻ എന്ന് പറയുന്ന ഒരു സിഗരറ്റ് പാക്കറ്റിൻ്റെ പുറത്ത് എഴുതി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ബ്രേക്ക് കഴിഞ്ഞാൽ എനിക്ക് പുതിയ സീൻ എടുക്കാനില്ല. അപ്പോൾ അപ്പോഴത്തേക്ക് ബ്രേക്കായി, ലഞ്ച് ബ്രേക്കായി. എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് 1 മണിക്കൂർ മാത്രമേ ലഞ്ച് ബ്രേക്ക് എടുക്കുള്ളൂ. അപ്പം തന്നെ തുടങ്ങണം അടുത്ത ആൾക്കാരെ. അപ്പോൾ ഞാൻ ബ്രേക്ക് കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് ഈ സുന്ദർദാസ് 2 സീൻ കിട്ടി. അത് കുനുകുന അദ്ദേഹം എഴുതിയിരിക്കുക. അത് വായിക്കാൻ സുന്ദർദാസിനെ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കോപ്പി എടുക്കുകയാണ്. ഈ കോസ്റ്റ്യൂമറുടെ വലിയ പെട്ടിയിലാണ് കോസ്റ്റ്യൂമറുടെ ബോക്സ്, ഒരു ഈ അലൂമിനിയം വലിയ പെട്ടിയിലാണ് കോസ്റ്റ്യൂംസ്. ഇയാൾ അതിൻ്റെ പുറത്ത് കമന്ന് കിടന്നിട്ട് ഇതിൻ്റെ കോപ്പി എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് കിട്ടാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പേജ് കിട്ടിയോണ്ട് ഞാനിത് ഇങ്ങ് എടുത്തു. ഞാനിത് എടുത്തിട്ട് പറഞ്ഞ് ക്യാമറമാനെ ഞാൻ ആ പേജ് മാത്രം വായിച്ചു. ബാക്കി ആ സീൻ എന്താണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് പേജിൽ കണ്ട
ആ ഒരു എഴുതിയ സാധനം വെച്ചിട്ട് ഞാൻ ക്യാമറാമാനെ വിളിച്ചിട്ട് പറഞ്ഞു, ക്യാമറ ഇവിടെ വെക്ക്, ഇവിടെ നിന്ന് ഇന്നയാൾ വരും, ഇവിടെ ഇതാണ് പൊസിഷൻ എന്ന് പറഞ്ഞ് ലൈറ്റിങ്ങിനുള്ള കൊടുത്തു. അത് കഴിഞ്ഞാൽ എനിക്ക് ഓരോ പേജായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അത്ഭുതപ്പെടും, ഒരു സീനിൻ്റെ ഫുൾ കണ്ടൻറ്റ് പോലും കിട്ടാതെ സിനിമയിലെ ആ സീനിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ ആദ്യത്തെ ഷോട്ട് തീരുമാനിക്കുകയും അങ്ങനെ ചെയ്യാൻ അത് സംഭവിക്കുന്നതൊക്കെ ഞാൻ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ DI വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ആ സിനിമ ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈ 5 പാട്ടുകളും ലൊക്കേഷനിൽ വന്ന് ഓരോ പാട്ട് എഴുതി വരുമ്പോൾ ഇവിടെ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാഷെ വിളിച്ചു വരുത്തും, രവീന്ദ്രൻ മാഷെ വിളിച്ചു വരുത്തും. കൈതപ്ര കോഴിക്കോട് തന്നെയുണ്ട്. സാറിൻ്റെ സിനിമയിലെ പാട്ടുകൾ സാറിൻ്റെ അത്രയോളം ഭാഗ്യം വേറെ ആർക്കും ഉണ്ടാവില്ല. ഒന്നിനൊന്ന് മികച്ചതായ പാട്ടുകൾ. അതും സാറിലേക്ക് എത്തിച്ചേർന്നതാണോ അതോ സാർ കോൺഷ്യസ്ലി മ്യൂസിക് ഡയറക്ടേഴ്സിനെ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് സെലക്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ പറയാം, ആദ്യകാലത്തൊക്കെ എനിക്ക് പാട്ട് ഷൂട്ട് ചെയ്യുന്നുള്ള വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ലോജിക്ക് എപ്പോഴും എനിക്ക് പ്രശ്നമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആരും അങ്ങനെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ നമ്മളങ്ങനെ ഒരു സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പാട്ട് പാടുകയും പ്രണയം വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുകയൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പം എനിക്കതിൻ്റെ ലോജിക്ക് ആദ്യത്തെ സിനിമ തൊട്ടേ ഉണ്ട്. അപ്പം ഞാൻ അതിനകത്തൊന്നും വലിയ താല്പര്യം കാണിക്കത്തില്ല. ഞാൻ ഡാൻസ് മാസ്റ്ററെയൊക്കെ ഏൽപ്പിച്ച് എൻ്റെ ഷോട്ടുകളൊക്കെ മാത്രമേ ഞാൻ വെക്കുള്ളൂ. അവർ ചെയ്യുന്ന ഡാൻസൊക്കെ അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കും. ആദ്യമായിട്ട് എനിക്ക് പാട്ട് ചെയ്യാനുള്ളൊരു ഒരു 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 കോൺഫിഡൻസ് ഉണ്ടാകുന്നത് ഞാൻ കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ ചെയ്യുമ്പോഴാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതൊരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ആ കഥയുടെ ഒരു വളർച്ച സംഭവിക്കുന്നുണ്ട് ആ പാട്ടിലൂടെ. വീട്ടിൽ നിന്നും പുറത്തു ഇറങ്ങിപ്പോയിരിക്കുന്ന ഇയാൾ എവിടെയാണ്, അയാളുടെ ജീവിതം എന്താണ്, വീടിന് പുറത്ത് അയാൾ എവിടെ ജീവിക്കുന്നു, അയാൾ പോയി കഴിയുമ്പോൾ ഇയാളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് കഥ പറയാം. അത് ഒരുപക്ഷെ എഴുതപ്പെട്ട സ്ക്രിപ്റ്റൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ഒരു ഡയറക്ടോറിയൽ ഒരു പെർസ്പെക്റ്റീവിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇയാളിപ്പോൾ എവിടെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാണാം അതിനകത്തൊരു കടത്തിണ്ണയിൽ ഇയാളുടെ ജോലിയായിട്ട് കാണില്ല. അച്ഛൻ ഒരു നൈറ്റ് പട്രോളിങ്ങിന് പോകുന്നൊരു പോലീസുകാരനാണ്. അയാൾ രാത്രി പോകുമ്പോഴത്തേക്ക് ഒരു കടത്തിണ്ണയിൽ ഇരുന്ന് ഇയാളെ കാണുന്നത്, ഇയാളുടെ മുഖത്തേക്കാണ് ടോർച്ച് അടിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അതിലൂടെയൊക്കെ ആയിരിക്കും ഇവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് അപ്പോൾ ആ സ്റ്റോറിയുടെ ഒരു ഗ്രോത്ത് അവിടെ സംഭവിക്കുന്നുണ്ട്. ആ പാട്ട് ചെയ്തപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത്. പിന്നെ ആ പാട്ടിനെ പറ്റിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിവ്യൂസ് അല്ലെങ്കിൽ ആൾക്കാരുടെ ചില കമൻസൊക്കെ വരും. അതായത് പിന്നീടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആ പാട്ടിൽ ഇയാളെല്ലാം പുറംതിരിഞ്ഞ് നടക്കുകയാണ്. കൂടുതലും പുറംതിരിഞ്ഞ് നടക്കുകയാണ്. അപ്പം ജീവിതത്തിൽ നിന്ന് അയാളിങ്ങനെ ജീവിതത്തോട് പുറംതിരിഞ്ഞ് നടന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ നമ്മൾ ഇൻറ്റൻഷനലായിട്ട് ചെയ്തതെന്നല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഡിസ്കഷനൊക്കെ അത് ഉണ്ടായി വരുന്നു എന്നുള്ളതും അതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ ഈ മ്യൂസിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി. അബ്ദുള്ള ചെയ്യുമ്പോൾ ആ പാട്ടുകളില്ലാതെ ആ സിനിമയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഭരതമായാലും 2 മ്യൂസീഷ്യൻസിൻ്റെ കഥയാണ്. അതിനകത്തും പാട്ടുകളില്ലാതെ പാട്ടുകൾ ഇല്ലാതെ കഥ വളരെയില്ല. കമലതളത്തിലെത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നീടുള്ള സിനിമകളിലൊക്കെ പാട്ടുകൾ എനിക്കൊരു ധൈര്യം കിട്ടിയത് ഈ 3-4 സിനിമകൾ ചെയ്തപ്പോഴാണ്. പിന്നെ പ്രണയവർണ്ണങ്ങളിലും ദേവദൂതനിലും ഒക്കെ ഇഷ്ടംപോലെ പാട്ടുകൾ അല്ലേ, 5 പാട്ടുകളൊക്കെ എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്നു. സാറ് പാട്ടുകൾ കേൾക്കാറും ആസ്വദിക്കാറുണ്ടോ? പാട്ട് കേൾക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യും. അതിനായിട്ടൊരു സമയമൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റാറുണ്ടോ? അങ്ങനെയില്ല, യാത്രകളിലൊക്കെ കേൾക്കുന്നത്. അതിനായിട്ട് ഇൻറ്റൻഷനലായിട്ട് മാറിയൊന്നും കേൾക്കലില്ല. പാട്ട് ഇഷ്ടമാണ്. യാത്രകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പാട്ട് കേൾക്കാറുണ്ട്. സാർ, ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഞാൻ വളർന്നു വരുന്ന ആ ഒരു ഏജ് ടൈമിലും അപ് ടു 2010 വരെയും എല്ലാ ഡയറക്ടേഴ്സും മെയിൽസാണ്. സംതിങ് ഹാസ് കെപ്റ്റ് വിമൻ ഫ്രം ഡിറക്റ്റിംഗ് മൂവീസ് ഓർ പ്രൊഡ്യൂസിങ് മൂവീസ്. സാറ് വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഹൂ ഈസ് മെയിൽ ആൻഡ് ഓപ്പൺ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് ഇത് ഡിസ്കസ് ചെയ്യാൻ തന്നെയുള്ള ഫ്രീഡം ഉള്ളൂ. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ ഡയറക്ടേഴ്സായിട്ട്
പ്രൊഡ്യൂസേഴ്സായിട്ടോ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരാതിരുന്നത് ഈ ഒരു അടുത്ത കാലം വരെ? ഇപ്പോഴും നമ്പേഴ്സ് വളരെ വിരലിലെണ്ണാവുന്നത് പോലും ഇല്ല. ആൻഡ് ദർ ഇസ് എ ഗ്രേറ്റ് ഡിസ്പാരിറ്റി ഇൻ ദ സാലറി ഓൾസോ. അപ്പോൾ എന്തായിരിക്കും കാരണം ഇതിന്? ഇല്ല, ഈ സിനിമയിൽ ആദ്യകാലം തൊട്ട് സ്ത്രീകളുള്ളത് ആക്ടിങ് ഏരിയയിൽ മാത്രമാണ് അല്ലേ. ടെക്നിക്കൽ ഏരിയയിൽ സ്ത്രീകൾ വളരെ കുറവായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ റീസൺ എന്നറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ ഈ ഒരു ഓഫീസ് ജോബ് പോലെയൊക്കെ ഒരു രാവിലെ പോയി ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിൽ വരുന്നൊരു ജോലി അല്ലല്ലോ. ഇത് 24 hours നമ്മൾ എവിടേക്കോ നടന്നും. എഡിറ്റിംഗ് ആണ് പിന്നെ കൂടുതലായിട്ടും കുറച്ചും കൂടി എഡിറ്റിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളൊക്കെയാണ് സ്ത്രീകൾക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ജോലി ചെയ്യാവുന്നൊരു സ്പേസ് എന്ന് പറയുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണല്ലോ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴേക്കും ഇപ്പം നമ്മൾ മലയാളത്തിൽ ആദ്യത്തെ ഒരു എഡിറ്റർ എന്ന് പറയുന്നത് ബീനയെ പോലെ ആൾക്കാരൊക്കെ വന്നിരുന്നു. സക്സസ്ഫുള്ളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് എഡിറ്റിംഗ് പഠിച്ചു വന്നവരാണ്. സൗണ്ട് റെക്കോർഡിങ്ങിലൊക്കെ ഒരുപാട് സ്ത്രീകൾ അസിസ്റ്റ് ചെയ്തും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു സിനിമാട്ടോഗ്രാഫർ, ഞാൻ ആദ്യം മഞ്ഞൾ ബ്രിഞ്ച് മുക്കുള്ള സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അശോക് കുമാർ എന്ന് പറയുന്ന അന്നത്തെ ക്യാമറാമാൻ്റെ കൂടെ വിജയലക്ഷ്മി എന്ന് പറയുന്നൊരു കന്നഡ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പിന്നീട് ഇൻഡിപെൻഡൻറ്റ് തമിഴിലെ വലിയൊരു ഡയറക്ടറുണ്ട് SR പൊട്ടൻ, അദ്ദേഹത്തിൻ്റെ മകളാണ്. വിജയലക്ഷ്മി പിന്നീട് ഇൻഡിപെൻഡൻറ്റ് ക്യാമറ വിമനായി മാറി. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കൂടുതലായിട്ട് ഒരു ടെക്നിക്കൽ ഏരിയയിലേക്ക് ഇപ്പോഴും കടന്നു വരുന്നത് കുറവാണ്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ചില ടാബൂസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അത് അവർക്കും പിന്നെ പേഴ്സണലായിട്ടുള്ള ഇതൊരു ആണുങ്ങൾ പിന്നെ ചെയ്യുന്ന അത്രയും ഫ്രീഡത്തിൽ അവർക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും അത്തരം ചില ഒരു റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ പരിമിതികൾ അവരുടെ അവരുടെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മലയാളത്തിൽ തന്നെ ഒരു ഡയറക്ടേഴ്സായിട്ട് വന്നേക്കുന്ന ഫീമെയിൽ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം അഞ്ജലി മേനോനോ അല്ലെങ്കിൽ പണ്ട് ശ്രീല ചെയ്തിട്ടുണ്ടായിരുന്നു, വിജയ നിർമ്മല ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് നിരന്തരമായിട്ട് സിനിമ ഇപ്പം ഗീതു മോഹൻദാസ് അങ്ങനെയൊക്കെയുള്ള വളരെ കുറച്ച് വിധു വിൻസെൻ്റ് ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കോമൺ ഒരു ഇതായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ പേഴ്സണലായിട്ട് അവരുടെ എഫേർട്ട് കൊണ്ട് സിനിമകൾ ചെയ്തു പോകുന്നതല്ലാതെ ആണുങ്ങളെ പോലെ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. MT സാറ് ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ സാറിൻ്റെ ഒരു തുടക്കത്തിലെ ഒരു വലിയൊരു സീനിയർ ലെജൻഡായിട്ടുള്ള സാറിൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള മെമ്മറീസ് സാറിനെ അത് എന്തെങ്കിലും പഠിപ്പിച്ചതായിട്ടോ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? MT സാറിൻ്റെ കൂടെ ഞാൻ സദ്യം ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒരു 10-20 സിനിമകൾ ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് കൃത്യമായ എണ്ണം ഓർമ്മയില്ല. എനിവേ ആ സമയത്ത് കുറച്ചും കൂടെ ഞാനൊരു സീസൺഡായിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് അക്സെപ്റ്റബിളായിട്ട് ഉള്ളൊരു ആളായി മാറിയിരുന്നു. കാരണം അതിനു മുമ്പാണ് ഞാൻ ഈ തനിയാവർത്തനവും അല്ലെങ്കിൽ ഭരതവും കിരീടവും കമലദളവും ഒക്കെ കമലദളത്തിന് മുമ്പ്, കമലദളത്തിന് തൊട്ട് മുമ്പാണ് ഭരതം കഴിഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോഴത്തേക്കും ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞിരുന്നു ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു MT സാറിൻ്റെ ഒരു സ്ഥിരം എല്ലാവരും നമ്മുടെ ആ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും അതൊരു വലിയ ആഗ്രഹവും ഒക്കെ ആയിരുന്നു. അത് എന്നിലേക്ക് എത്തി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അതും ഈ ഞാൻ ആ സമയത്ത് എൻ്റെ ഈ അബ്ദുള്ള, ഭരതം, കമലദളം എന്ന് പറയുന്ന ഈ 3 സിനിമകളുടെയും ഡിസ്ട്രിബ്യൂട്ടർ 7 ആർട്സ് ആയിരുന്നു. അപ്പോൾ 7 ആർട്സിൻ്റെ വിജയകുമാർ, അദ്ദേഹം MT സാറുമായിട്ട് നല്ല റിലേഷൻഷിപ്പുണ്ട്. കാരണം അവർ വൈശാലി ഒക്കെ ചെയ്ത സമയത്തൊക്കെ അതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടറും ഇദ്ദേഹം തന്നെയായിരുന്നു. വൈശാലിയും പിന്നെ അതിനു മുമ്പ് മറ്റേതാണ് പഞ്ചാഗ്നി, ആ സിനിമകളൊക്കെ ഡിസ്ട്രിബ്യൂട്ടർ വിജയകുമാറായിരുന്നു. അപ്പോൾ അങ്ങനെ MT സാറുമായിട്ട് നല്ലൊരു ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 സിനിമകൾ പ്രണവ് ആർട്സിൻ്റെ 3 സിനിമകൾ അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പുതിയ സിനിമയുടെ ആലോചിക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് MT സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിന് വേണ്ടി 7 ആർട്സിന് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ എന്നെ അപ്രോച്ച് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ MT സാറുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും MT സാർ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഈ ചെയ്ത സിനിമകളൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ള തോന്നലുണ്ടാവാം.
അങ്ങനെ അദ്ദേഹമായിട്ട് വെച്ചാൽ ആദ്യം ഇതല്ല ചെയ്യാനിരുന്നത്. ഞങ്ങൾ എം ഡി സാർ ഞാനുമായിട്ട് ആദ്യം ഇരിക്കുമ്പോൾ എം ഡി സാർ പറയുന്നത് നമുക്കൊരു വലിയ സിനിമ ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയാണ് ജൂലിയസ് സീസർ ചെയ്യാമെന്ന് പറയുന്നത്. മമ്മൂട്ടിയും മോഹൻലാലിനെയും പിന്നെ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ആക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് വലിയ പ്രോജക്റ്റായിട്ടാണ് അതിനെ കൺസീവ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയൊക്കെ നടത്തി ലൊക്കേഷനുകളൊക്കെ കണ്ടു. മൈസൂർ ആ ഭാഗത്തൊക്കെ കുറേ ലൊക്കേഷനൊക്കെ കണ്ടു. അപ്പോൾ എനിക്കുള്ള ഭാഗ്യം കിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഞ്ചരിക്കും. ഒരു കാറിൽ ഒരുമിച്ച് സഞ്ചരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ നീണ്ട യാത്രകളാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് അത്രയും അടുത്ത് അദ്ദേഹത്തെ കിട്ടുന്നത്. ഒരു 3-4 ദിവസം ഒരുമിച്ച് യാത്ര ചെയ്തത്. പക്ഷേ ആ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൺസേൺ അല്ലേ, പ്രൊഡ്യൂസറുടെ കൺസേൺ എന്ന് പറയുന്നത് അന്നത്രയും വലിയ ബഡ്ജറ്റിലൊരു സിനിമ നമുക്ക് മലയാളത്തിലൊന്നും അന്നൊന്നും ഇന്ന് ഈ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന കൺസെപ്റ്റൊന്നും ഇല്ലല്ലോ. അത്രയും ബഡ്ജറ്റ് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എൻ്റെ ആഗ്രഹം അവിടെ തീർന്നു പോയെന്ന് വിചാരിച്ചു. പക്ഷേ എം ഡി സാർ തന്നെ പറഞ്ഞു നമുക്കൊരു ചെറിയ സിനിമ ചെയ്യാം, നിങ്ങളിൽ ആ മമ്മൂട്ടി ആരെങ്കിലും വെച്ചിട്ടൊരു ചെറിയ സിനിമ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് സദയത്തിൻ്റെ ഒരു ചിന്തയിലേക്ക് വന്നത്. പല പ്രോജക്ട്സും അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാതെ പിന്നീട് എല്ലാവരും അതിനെ കൾട്ട് ക്ലാസിക്സ് ആയിട്ട് ഹെയിൽ ചെയ്യുന്നു. എന്നാലും ആ ഒരു കാലഘട്ടം അറ്റ് ദാറ്റ് മൊമെൻറ്റ് അതിനെ സാർ എങ്ങനെയാണ് അതിനെ മറികടക്കാറ്? എക്സ്ട്രീം ഫെയിലിയേഴ്സ് ഇപ്പം സദയം തന്നെ അങ്ങനെ വല്ലാതെ എഫക്റ്റ് ചെയ്തില്ല. കാരണം സദയം എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്ത ഏറ്റവും നല്ല വർക്കാണ്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിലുള്ള എൻ്റെ ഏറ്റവും നല്ല സിനിമ അതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഒന്ന് ഇനിയും പ്രേക്ഷകർ തിയേറ്ററിൽ കാണണമെന്നുള്ളതാണ്. അതിനുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അതിനായിട്ടുള്ള എഫേർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനുള്ള വഴികൾ തേടി തുടങ്ങി. ഞാൻ അതിൻ്റെ നല്ലൊരു ക്വാളിറ്റി പ്രിൻ്റ് എവിടെയോ ഉണ്ടെന്നുള്ളത് അറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ സഞ്ചരിക്കുന്നുണ്ട്. അതെനിക്ക് ആൾക്കാർ തിയേറ്ററിൽ വീണ്ടും കാണണം. അന്ന് കാണാത്ത ആൾക്കാർ കാണാതെ പോയതും ഇന്ന് അതിനെക്കുറിച്ച് പുതിയ ജനറേഷൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് മോഹൻലാലിന് എന്തുകൊണ്ട് നാഷണൽ അവാർഡ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് കമലഹാസനെ പോലുള്ള ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മോഹൻലാലിന് കിട്ടാത്ത നാഷണൽ അവാർഡ്, സദയത്തിന് കിട്ടാത്ത നാഷണൽ അവാർഡ് എനിക്ക് കിട്ടിയ 3 നാഷണൽ അവാർഡിനെ ഞാൻ വാല്യൂ ഇല്ലാതാക്കി തീർക്കുമെന്ന് പറഞ്ഞു. എന്ന് അദ്ദേഹത്തിന് കിട്ടിയ കമലഹാസന് 3 കിട്ടിയ നാഷണൽ അവാർഡ് മോഹൻലാൽ ഇത് കിട്ടിയില്ലെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ലാതെ അതെ കൊല്ലുന്ന ഒരു അതെൻ്റെ ഒരു ആഗ്രഹമാണ് അത് കാണുന്നത്. അപ്പം അത് അന്ന് കാണാതിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും അത് വരുമ്പോൾ ആൾക്കാരത് കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ വലിയ ഫെയിലിയർ എന്നെ അഫക്റ്റ് ചെയ്തത് ദേവദൂതനാണ്. ഞാൻ അതിൻ്റെ പുറകെ ഒരു 1.5 വർഷം ഞാൻ അതിനുവേണ്ടി മാത്രം വേറെ ഒരു സിനിമയും ചെയ്യാതെ അതിൻ്റെ പുറകെ സഞ്ചരിച്ചാണ്. അത് എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കഥയാണ്. പക്ഷെ അന്ന് അത് നടന്നില്ല. 17 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് ചെയ്തപ്പോൾ അത് സക്സസ് ആയില്ല എന്ന് പറയാം. അത് എന്നെ അഫക്റ്റ് ചെയ്തിരുന്നില്ലാതെ ആ സമയത്ത് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറേ സമയം എടുത്തിരുന്നു എനിക്ക്. തന്നെ വിട്ടുപോയി. ശരിയായി. പിന്നെ ഒരുപാട് പേരൊക്കെ വന്ന് പിന്നെ സിനിമ ചെയ്യേണ്ടെന്നൊക്കെ തീരുമാനിച്ചൊരു സമയം ഉണ്ടായിരുന്നു അത്. പിന്നെ സുഹൃത്തുക്കളെ ഒന്ന് നിർബന്ധിച്ച് എന്നെ തിരികെ സിനിമകൾ ചെയ്യാം. പിന്നെ ഞാൻ ഇഷ്ടമൊക്കെ ചെയ്യുന്നത്. സാറെങ്ങാനും നിർത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തുമാത്രം നഷ്ടമായേനെ. ഇതുപോലെ ആക്ടേഴ്സിൽ നിന്ന് സാറിന് ബെസ്റ്റ് ഇങ്ങനെ ഊറ്റിയെടുക്കാനുള്ള എന്താണ് സാറിൻ്റെ ആ ഒരു മാജിക് ട്രിക്ക്? സദയത്തിലെയും തനിയാവർത്തനത്തിലേക്ക് പെർഫോമൻസ് ആലോചിക്കുമ്പോൾ തന്നെ ഐ ഡോണ്ട് തിങ്ക് എനി നോർമൽ ഡയറക്ടർ ക്യാൻ ഗെറ്റ് ദാറ്റ് ഔട്ട് ഓഫ് ദോസ് ആർട്ടിസ്റ്റ്. അങ്ങനെയില്ല, അത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. അത് ഒന്നാമത് ഇവരൊക്കെ സീസൺഡ് ആക്ടേഴ്സല്ല, അവരുടെയൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടിയായാലും ലാലായാലും തിലകൻ ചേട്ടൻ ആരായാലും മുരളി എല്ലാവരും. പിന്നെ അവർ അത്രമാത്രം ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ അവർ ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് അവരെ ഒന്ന് ജസ്റ്റ് ഗൈഡ് ചെയ്താൽ മതി. അവരിപ്പം ഒരുപാട് ഒരേ സമയത്ത് പല സിനിമകൾ ചെയ്യുന്ന കാണുന്നു അന്നൊക്കെ. അല്ലെങ്കിൽ അവർ ഒരുപാട് നമ്മൾ അതിനെ ആഴത്തിൽ കണ്ടതുപോലെ അവരത്രയും ആ സ്ക്രിപ്റ്റ് ചിലപ്പോൾ അവരവരുടെ പോർഷൻ മാത്രമായിരിക്കും അവർ ശ്രദ്ധിച്ചു പോകുന്നതൊക്കെ. അപ്പം അതിനെ ഒന്ന് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവരോടൊക്കെ അത്രയും മതിയായി. പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും. അല്ലാത്തവർപ്പം നമ്മൾ അവർക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കൊടുത്താൽ മതി. സാർ തീർത്തും ഒരു ക്യാപ്റ്റൻ കൂള് തന്നെയാണ്. എല്ലാവർക്കും ഫ്രീഡവും കൊടുത്ത്, അതുകൊണ്ടായിരിക്കാം പ്രോബ്ലം അവർ. അല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആക്ടേഴ്സ് ഭയങ്കര സെൻസിറ്റീവാണ്. അവർക്ക് ഭയങ്കര ഇമോഷണലിയൊക്കെ അവർ പെട്ടെന്ന് അവരെ അഫക്റ്റ് ചെയ്യും. അത് അപ്പോൾ അവരെപ്പോഴും കംഫർട്ട്
സോണിൽ നിർത്തിക്കൊണ്ട് ചെയ്യുക. നമ്മളൊരാളെ അടുത്ത് ദേഷ്യപ്പെടുകയോ ഷൗട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അവരുടെ ഉള്ളിൽ നിന്നല്ല ഇത് വരേണ്ടത്. അപ്പം നമ്മൾ അവരുടെ ആ ഒരു മെൻ്റൽ ഒരു സ്റ്റേജിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ അവരെ കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം ടേക്ക് എടുക്കുമ്പോഴൊന്നും ഞാൻ അവരെ വഴക്ക് പറഞ്ഞിട്ട് ചെയ്യിക്കാറില്ല. നമ്മൾ മാക്സിമം അവരെ ഒരു കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് അത് ചെയ്യും. ഞാനൊരു സിനിമയ്ക്ക് അത് ഇപ്പോഴും ഓർക്കുന്നത്, ധനം എന്ന് പറയുന്ന സിനിമയിൽ ചാർമിള എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ആദ്യമായിട്ട്, അവരുടെ ആദ്യത്തെ സിനിമയാണ്. മോഹൻലാലും അവരും തമ്മിലുള്ളൊരു സീനുണ്ട്. അവരാണെങ്കിൽ ഒട്ടും അത്ര അഭിനയിച്ച് ശീലമായി വന്നിട്ടില്ലാത്ത കുട്ടിയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു സീനിൽ മോഹൻലാൽ പുറത്തൊരു വെടി കൊണ്ടിട്ട് അതിലൊരു വൂണ്ടുണ്ട്. അപ്പോൾ ആ തട്ടുമ്പുറത്ത് അയാൾ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വൂണ്ട് മരുന്നൊന്നും മേടിക്കാൻ പറ്റത്തില്ല, അയാൾ ഒളിവിലിരിക്കല്ലേ. കാരണം ഈ കുട്ടി പറഞ്ഞ ഭസ്മമുണ്ട്, ഈ ഭസ്മം വെച്ചാൽ ഇത് ഇങ്ങനെ ശരിയാകും, ഹീലാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടി അതിനറിയാവുന്ന കാര്യം വെച്ചാൽ ആ കുട്ടിയിലുള്ള ഒരു മരുന്നെന്ന് പറയുന്നത് ഈ ഭസ്മമാണ്. അവർ അമ്പലവാസികളായിട്ടുള്ള ആൾക്കാരാണ്. ഈ ഭസ്മം വെച്ചിട്ട് ഇയാളെ ഇങ്ങനെ ഈ വെടിയുണ്ട എടുക്കാനൊക്കെ ഈ കുട്ടിയെ സഹായിക്കുന്നത്. ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല, പുറയിൽ ഇതുകൊണ്ട് ബുള്ളറ്റ് ഇരിപ്പുണ്ട്. അതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അത് ചെയ്തുകൊണ്ട് ഈ ഒരു എന്താണ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഈ കുട്ടിയാണ് ചെയ്യുന്നത്. ലാലിരിക്കുക മാത്രമല്ല, അതിലൊന്നും ചെയ്യാനില്ല, ഡയലോഗ് മുഴുവൻ ഈ കുട്ടിക്ക്. ഫസ്റ്റ് ഇതായിരുന്നു അല്ല, കുറച്ച് സീനുകളിൽ എടുത്തു. പക്ഷേ ഈ സീൻ എടുക്കുമ്പോൾ ഈ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഡയലോഗ് പറയണം. മലയാളിയല്ല, അപ്പം ഈ ഡയലോഗ് പറയണം, ഈ ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമില്ല, ഒറ്റ ഷോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ലാലി ഇരുന്ന് കൊടുത്താൽ അതിലൊരു ഡയലോഗ് പോലും ഇല്ല. അപ്പം ഈ കുട്ടി ഡയലോഗ് തെറ്റിക്കുന്നു, ഡയലോഗ് പറയുമ്പോൾ ഈ ആക്ടിവിറ്റി നിന്ന് പോകുന്നു. അങ്ങനെ എടുത്ത് രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയിട്ട് ഉച്ചയായി ബ്രേക്ക് ചെയ്തു, വീണ്ടും ഡയലോഗൊക്കെ പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്ത് അവസാനം ക്യാമറമാൻ പറയും ഇനി ലൈറ്റില്ലേ, പുറത്ത് വിൻഡോ ഒക്കെ അടയ്ക്കേണ്ടി വരുന്നത്. പിന്നെ വിൻഡോയുടെ അവിടെ കൊണ്ടുപോയി മുറമൊക്കെ വെച്ച് മറച്ചൊക്കെ അപ്പോഴും ലാൽ അതേ ഇരും. പക്ഷെ ഒരു മടിയില്ലാതെ ക്ഷമയോടെ ഇരിക്കുക. ഞാനും ക്ഷമ മാറിക്കഴിഞ്ഞാൽ അവർ പേടിച്ചു പോകും. ലാലും അവരെ കംഫർട്ടബിളായിട്ട് നിർത്തി, ഞാനും സമാധാനത്തോടെ നിർത്തി. ബാക്കി എല്ലാവരും കുറേ കഴിയുമ്പോൾ അവർക്കൊക്കെ മടുത്തു തുടങ്ങി, ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇത്രയും ക്ഷമ വേണമെന്നൊക്കെ ചോദിച്ചു തുടങ്ങി. പക്ഷെ അതാണ് അതിൻ്റെ സക്സസ് അല്ലേ? അതെ, അല്ലെങ്കിൽ അവർ പിന്നെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർ പേടിച്ചു പോകും. ലാലിനെ പോലുള്ളൊരു ആക്ടർ അങ്ങനെയാണ്, ഭയങ്കര കോ ആക്ടേഴ്സിനടുത്ത് ഭയങ്കര എന്താണ് അവരെ കൂടെ നിർത്തിക്കൊണ്ടത് ചെയ്യിപ്പിക്കും. ഒറ്റ അവരെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല, ദേഷ്യപ്പെടുകയൊന്നും ചെയ്യത്തില്ല. എന്തൊരു ഡൗൺ ടു എർത്താണ് ഏറ്റവും വലിയ കലാകാരന്മാരെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ ഇതിൽ നിന്ന്. സാറിനെ എക്സൈറ്റ് ചെയ്യുന്ന ഇനി എന്ത് കഥകളാണുള്ളത് ഞങ്ങളോട് ഇനി പറയാൻ? എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ ഇനിയും ഒരു 3-4 സിനിമകളുടെ ഒരു കഥകൾ ഉള്ളിലുണ്ട്. അത് എന്താണ് ഈ സമയം പോലെ അത് വരും എന്നുള്ളതാണ്. അപ്പോൾ വി ഹാവ് ലോട്ട്സ് ടു ലുക്ക് ഫോർവേഡ് ടു. അങ്ങനെ ആകണമെന്നാണ് ആഗ്രഹം. ഇത്രയും വലിയൊരു ഡയറക്ടറായിട്ട് ഇത്രയും ഡൗൺ ടു എർത്തായ സാർ ക്ഷണം സ്വീകരിച്ച് വന്നതിലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് നന്ദി പറഞ്ഞാൽ തീർത്താ തീരാത്ത നന്ദിയാണ് സാർ. താങ്ക് യു സോ മച്ച്. യു ക്യാൻ ചൂസ് ടു സിറ്റ് അറ്റ് ഹോം, ആരോടും സംസാരിക്കാതെ, ആരുമായിട്ടും ഷെയർ ചെയ്യാതെ, യു ക്യാൻ ചൂസ്. ബട്ട് യു ആർ ചൂസിങ് ടു ഞങ്ങളെല്ലാവരെയും സാറ് എൻകറേജ് ചെയ്യുകയും സാറിന് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികയും ആ ഇൻട്രാക്ഷൻ സാർ എന്നും ലൈവാക്കി വയ്ക്കുന്നു. അപ്പോൾ ടു വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം ഐ സേ താങ്ക് യു സാർ. താങ്ക് യു.